ഈ ഒരു കുടിയിറക്കൽ വഖഫിന്റെ കിരാത നിയമത്തിന്റെ കുടിയിറക്കൽ നോട്ടീസ് ലഭിച്ച അതെ അതെ 6 മാസമായി ലഭിച്ചിട്ട് 6 മാസമായി. അത് നോട്ടീസ് പറഞ്ഞാൽ ശരി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് വാങ്ങിയ സ്ഥലമല്ലേ? അതെ അതെ 50 കൊല്ലം മുന്നേ വാങ്ങിയതാണ്. അതാണിപ്പോ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഹൈക്കോടതി നോട്ടീസായിട്ട് വന്നുള്ളത്. ഇതൊരു നീതി നിഷേധമല്ലേ? പിന്നെ സംശയമല്ലല്ലോ. അത് എത്ര വിഷമ നമ്മൾക്ക്. നമ്മുടെ മക്കളായിട്ട് ജീവിച്ചിരുന്നാണ് എത്ര കൊല്ലങ്ങള്. ഇപ്പൊ നമ്മൾക്ക് ആകെ കൂടിയുള്ള വീടും സ്ഥലവും കുറെ ഏക്കറൊന്നുമില്ല. ആകെ 8 സെന്റ് സ്ഥലമാണ് അതുള്ളത്. അതാണ് ഇപ്പൊ അവരുടെ എന്ന് പറഞ്ഞിട്ട് അവര് വന്നത്. 3 പ്രാവശ്യമായി. ഇനി പിന്നെ ഭീഷണിയായിട്ട് വന്നുള്ളത്. ഞങ്ങളുടെയാണിത്. ഞങ്ങൾക്ക് ഇറങ്ങി പോകണമെന്നുള്ള ഭീഷണിയാണോ? ഭീഷണിയായിട്ട് വന്നത്. ഞങ്ങൾക്ക് ഹൈക്കോടതി ഇതുണ്ട്, നിയമമുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിട്ടാണ് വന്നുള്ളത്. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല. നമ്മളെങ്ങനെ അങ്ങോട്ട് പോകും? നമ്മുടെ ഭൂമിയല്ലേ, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും. അത് അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ മേടിച്ചതാ. അതെ, നമ്മൾ പിന്നെ അങ്ങോട്ട് പോവാ. അന്ന് എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ആ രേഖകൾ അനുസരിച്ചാണ് വാങ്ങിച്ചത്. പിന്നെ എല്ലാതും രേഖ അനുസരിച്ചാണ് വാങ്ങിയുള്ളത്. എല്ലാ രേഖകളും അനുസരിച്ചാണ് വാങ്ങിയുള്ളത്. നമ്മൾ അവസാന നിമിഷം വരെ ഇതിനു വേണ്ടി നമുക്ക് നീതി പോരാടും. ഞങ്ങൾ ജീവൻ പോയാലും ഞങ്ങൾ ഇറങ്ങില്ല. ഞങ്ങള് ഇറങ്ങണ പരിപാടിയില്ല. ഇത് 6 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞ് വരാനെന്ന് പറഞ്ഞിട്ടാണ് ഒരു കടലാസ് തന്നിട്ട് പോയുള്ളത്. പിന്നെ അതിന് വന്നിട്ടില്ല. 6 മാസം വരെ അവർ അവധി തന്നുള്ളത്. നമുക്കാണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. എനിക്ക് 1 സെന്റ് സ്ഥലമാണ് ഉള്ളത്. എനിക്ക് ആകെ വഖഫ് ആകെ മൊത്തം 5 സെന്റ് സ്ഥലത്ത് 1 സെറ്റാണ് ഇതിൽ. ആകെ സ്വന്തമായി 5 സെന്റ് സ്ഥലമുള്ളൂ. അവിടെയാണ് വീട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇറങ്ങിപ്പോവാൻ കുടിയേർക്ക് വന്നിരിക്കുന്നത്. പ്രതിഷേധ റാലി ശാഖക്കാട് എത്തിച്ചേരുന്നതോടെ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ എവിടെ പോകും? വേറെ ഒരു സ്ഥലമില്ല എനിക്ക്. നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയുന്നത്? എനിക്ക് ആധാരമുണ്ട്. ഞാൻ നെയ്ത് അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. വേറെ എന്താ എനിക്കറിയില്ല. പിന്നെ കരമടക്കമുള്ള എല്ലാവിധ നടപടികളും ഉള്ളതല്ലേ? എല്ലാ വർഷവും ഞാൻ കരടച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 23, 24 കരടച്ചുണ്ട്. ഇനി അടുത്ത കൊല്ലത്ത് കരടയ്ക്കാം. അടുത്ത 25 കരടയ്ക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടച്ചു തീർത്തുന്നുണ്ട്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു നോട്ടീസ് ലഭിക്കുമ്പോൾ അവര് അതിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അതുവരെ ജീവിച്ചു വരുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ ഏതൊരു സാമൂഹിക ജീവിക്കും അനുഭവപ്പെടുന്ന ആ വിഷമം തന്നെയാണ് നമ്മുടെ അടവക്കാരായ ചില വീടുകൾക്കും അംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ വഖഫ് ഭൂമിയാണെങ്കിൽ തന്നെ ഇവർ വാങ്ങിക്കുന്നതിന് വർഷങ്ങൾക്ക് എത്രയോ മുമ്പ് തന്നെ അതിനെ ജനങ്ങളിലേക്ക് അങ്ങനെയുള്ളൊരു സന്ദേശം ഗവൺമെൻറ് തലത്തിൽ തന്നെ എത്തിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാലെ ഗസറ്റ് വഴി പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ രജിസ്റ്റർ ഓഫീസിലോ ഒക്കെ അതിന് വേണ്ട രേഖകളൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മനുഷ്യരത് വാങ്ങിക്കില്ല. ഒരിക്കലും അവർക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിയമ നടപടികൾ ഉപയോഗിച്ച് തന്നെ വഖഫിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സാധാരണക്കാരെ വഞ്ചിതരാവാതിരിക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം. നമ്മളിത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന് വേണ്ടി ഒത്തിരി പേരുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാലയൂര്, ഒരു മണിയൂരൊക്കെ ഏരിയയിൽ 37ഓളം വീടുകൾക്കാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ സുരക്ഷിതമായിരിക്കാനുള്ള ഒരു സംവിധാനം സ്വീകരിക്കാൻ വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. വഖഫിന്റെ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനും പാടില്ല. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അവർ തന്നെ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആരും അത് വഞ്ചിതരാവണ ഒരു അവസ്ഥ അല്ലെങ്കിൽ ചതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് അറിയാതെയാണ് ഇതൊക്കെ അവർ വാങ്ങി വെച്ചിട്ട് സ്വന്തം പേരിൽ നികുതി അടയ്ക്കണു. പിന്നെ എല്ലാ കാര്യങ്ങളും രജിസ്ട്രേഷനും നടപടികളൊക്കെ പൂർത്തീകരിച്ച് വർഷങ്ങളോളം പൂർത്തീകരിച്ചിട്ട് അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് ശരിയായ രീതിയിലുള്ള ആ ഒരു അറിയിപ്പ് നൽകുകയാണെങ്കിൽ ആരും തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയില്ല. അപ്പം അത് എത്തിച്ചേരാതിരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഈ കാര്യത്തിനകത്തൊക്കെ ഒരു നടപടി സ്വീകരിക്കട്ടെ. അതെ, സർക്കാർ ഇതിനെതിരെ ഇവർക്ക് വേണ്ടുന്ന ആ സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ട നടപടികളും സ്വീകരിക്കണം.